Dear friends, welcome to Electron College. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സീരിയൽ ആഡർ. സോ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ പാരലൽ ആഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പാരലൽ ആഡർ ഈസ് യൂസ്ഡ് ടു ആഡ് ടു നമ്പേഴ്സ് ഇൻ പാരലൽ. എല്ലാ ബിറ്റ്സും നമ്മൾ പാരലലായിട്ട് ഒരേ സമയം ആഡ് ചെയ്യുന്നു, അതായിരുന്നു പാരലൽ ആഡർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ A0, A1, A2, A3 ആൻഡ് B0, B1, B2, B3 രണ്ട് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ പാരലൽ ആഡർ യൂസ് ചെയ്തിട്ടുള്ള അഡീഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് ബിറ്റ്സ്, അതായത് A0 ഈസ് ആഡഡ് വിത്ത് B0, A1 ഈസ് ആഡഡ് വിത്ത് B1, A2 B2 ആയിട്ട് ആഡ് ചെയ്യുന്നു, A3 B3 ആയിട്ട് ആഡ് ചെയ്യുന്നു. സോ ഈ 4 അഡീഷനും നമ്മൾ പാരലലി ഒരേ സമയം ചെയ്യുന്നു. ബട്ട് സീരിയൽ ആഡർ, ദ ബിറ്റ്സ് ആർ ആഡഡ് ഇൻ സീരിയൽ ഫോം, യൂസ്ഡ് ടു ആഡ് ബൈനറി നമ്പേഴ്സ് ഇൻ സീരിയൽ ഫോം. അതായത് ബിറ്റ് ബൈ ബിറ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ആദ്യം ബിറ്റ് A0 B0 തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബിറ്റ് A1ഉം B1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൻ്റെ സം നമ്മൾ ഒരു രജിസ്റ്ററിലോ മറ്റോ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് A2 B2 ആഡ് ചെയ്യുന്നു, റിസൾട്ട് വിൽ ബി സ്റ്റോർഡ്. സോ ഇൻ സീരിയൽ ആഡർ the two numbers are added bit by bit, അതായത് ഇൻ സീരിയൽ ഫോം. പാരലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. സോ ടു ബൈനറി നമ്പേഴ്സ് ടു ബി ആഡഡ് ആൻഡ് ദേ ആർ സ്റ്റോർഡ് ഇൻ ടു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നു, ഷിഫ്റ്റ് രജിസ്റ്റർ എ ആസ് വെൽ ആസ് ഷിഫ്റ്റ് രജിസ്റ്റർ ബി. സോ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് നമ്മൾ ഈ രജിസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദ ബിറ്റ്സ് വിൽ ബി ആഡഡ് വൺ പെയർ അറ്റ് എ ടൈം. സോ പെയർ എന്ന് പറയുമ്പോൾ A0 ആൻഡ് B0. ഈ അഡീഷൻ കഴിഞ്ഞിട്ടായിരിക്കും A1 ആൻഡ് B1 ആഡ് ചെയ്യുന്നത്. അതാണ് ബിറ്റ് ബൈ ബിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ആഡഡ് വൺ പെയർ അറ്റ് എ ടൈം ത്രൂ എ സിംഗിൾ ഫുൾ ആഡർ. ആൻഡ് അഡീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫുൾ ആഡർ യൂസ് ചെയ്തിട്ടാണ്. ബിറ്റ് ബൈ ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് എ ഫുൾ ആഡർ. ആൻഡ് ഓരോ അഡീഷൻ കഴിയുമ്പോഴും ക്യാരി ജനറേറ്റ് ആവുന്നുണ്ടാവും. സമ്മിനോടൊപ്പം തന്നെ ക്യാരി വിൽ ഓൾസോ ബി ജനറേറ്റഡ്. അപ്പോൾ ഈ ക്യാരി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി വി വിൽ യൂസ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈസ് ബേസിക്കലി എ സ്റ്റോറേജ് എലിമെൻറ്റ്, എ സിംഗിൾ ബിറ്റ് സ്റ്റോറേജ് എലിമെൻ്റ് ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഓരോ അഡീഷനിലും ജനറേറ്റ് ആവുന്ന ക്യാരി ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആൻഡ് ആ ക്യാരി ആയിരിക്കുമല്ലോ നെക്സ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി ഇൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ A0 B0 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ജനറേറ്റ് ആവുന്ന ക്യാരി, ആൻഡ് ദിസ് ക്യാരി will be used for the next stage as carry in. So ജനറേറ്റ് ആവുന്ന ക്യാരി ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ബി യൂസ്ഡ് as the carry input for the next pair of significant bits. സോ ആൻസർ സം ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ എ രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസൈനിൽ നമുക്ക് ആ ഡിസൈനിലോട്ട് പോവാം. ഈ ഒരു കോൺഫിഗറേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, സീരിയൽ ആഡർ. ഇവിടെ രണ്ട് രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എ ആസ് വെൽ ആസ് ഷിഫ്റ്റ് രജിസ്റ്റർ ബി. ആൻഡ് ഇതൊരു ഫുൾ ആഡറാണ്. ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ 3 ഇൻപുട്സ് X, Y ആൻഡ് ഇസെറ്റ് അഥവാ ക്യാരി ഇൻ. ആൻഡ് 2 ഔട്ട്പുട്ട്സ് ആണ് സം ആൻഡ് സി അഥവാ ക്യാരി ഔട്ട്. ആൻഡ് ഇതൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്യാരി ഔട്ട് നമ്മൾ നേരെ ഡിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ക്യൂ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സി ഇന്നിലോട്ട്. അപ്പോൾ ഓരോ പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴും ഒരു സം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു ക്യാരി ഔട്ടും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ക്യാരി ഔട്ട് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ സെയിം ക്യാരി ഇന്നായിട്ട് ആ സ്റ്റേജിലോട്ട് പാസ് ചെയ്യുന്നു. സോ പ്രീവിയസ് സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രീവിയസ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ജനറേറ്റ് ചെയ്ത ക്യാരി ആയിരിക്കും നെക്സ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി ഇന്നായിട്ട് പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ ത്രൂ ദ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആൻഡ് ഈ സം നമ്മൾ തിരിച്ച് വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് ഷിഫ്റ്റ് രജിസ്റ്റർ, ആ എ രജിസ്റ്ററിലോട്ട് തന്നെയാണ്. ആൻഡ് അതോടൊപ്പം ഒരു ക്ലോക്ക് ആസ് വെൽ ആസ് ഒരു ഷിഫ്റ്റ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രജിസ്റ്ററിനെ ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റ്. ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ്. അപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലോക്ക്
will be used to control the shift register, and this is serial input through which we will give the input value. And idoru D flip flop and idoru clock. So the clock is applied here, and this clear input aanu D flip flop inde clear input. It is a active low clear input. Now just ഒരു ഷിഫ്റ്റ്, ഈ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഐ ബിലീവ് യു നോ ദാറ്റ് ഇപ്പോൾ നമുക്കൊരു 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ നോക്കാം. ഇതൊരു 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. ഇതിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ 1010 ആണെങ്കിൽ ഇതിനെ ഒരു 4-bit ഷിഫ്റ്റ് രജിസ്റ്ററായിട്ട് അസ്യൂം ചെയ്യുക. എക്സിസ്റ്റിംഗ് വാല്യൂ ഈസ് 1010. അപ്പോൾ നമുക്കിതിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് റൈറ്റ് ബൈ 1 bit. ഒരു ബിറ്റ് നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ so what happens, the rightmost bit will be shifted out. Rightmost bit will be shifted out and all the bits will be shifted one position to the right. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫൈനൽ വാല്യൂ, നമുക്ക് ലഭിക്കുന്ന ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, ഈ എക്സിസ്റ്റിംഗ് വാല്യൂ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ദിസ് 0 will be shifted out, so 0 will be shifted out and all bits will be shifted one position to the right. അപ്പോൾ ദിസ് 1 will be shifted to the next position. അതായത് ഇവിടെ 0 will be shifted to the next position ഇവിടെ, and this 1 will be shifted to the next position. അതായത് ഇവിടെ 101 അല്ലേ, 1 will be shifted to this position 101. അപ്പോൾ ഇതായിരിക്കും ന്യൂ വാല്യൂ ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ. ഇനി വേണമെങ്കിൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു ബിറ്റ് വാക്കൻ്റ് ആയിരിക്കും, ബിക്കോസ് നമ്മൾ അതിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂവിനെ ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നോർമലി ഇങ്ങനെയാണ് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വാക്കൻറ്റ് പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ഇത് 0 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ ഫില്ല് ചെയ്യാം, ബേസ്ഡ് ഓൺ അവർ ആപ്ലിക്കേഷൻ. നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് 0 ആയിട്ടോ 1 ആയിട്ടോ ഫില്ല് ചെയ്യാം. സോ ദിസ് ഈസ് ബേസിക്കലി ദ യൂസ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ചെയ്യാൻ പോകുന്നത് രജിസ്റ്റർ എ, രജിസ്റ്റർ ബി, രണ്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ കണ്ടായിരുന്നല്ലോ. സോ രജിസ്റ്റർ എ വിൽ ഹോൾഡ് ദി ഓഗൻഡ് ആൻഡ് രജിസ്റ്റർ ബി ഹോൾഡ്സ് ദി ആഡൻഡ്. നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പേഴ്സ്, ഫസ്റ്റ് നമ്പർ രജിസ്റ്റർ എയിലോട്ടും സെക്കൻഡ് നമ്പർ രജിസ്റ്റർ ബിയിലോട്ടും നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ക്യാരി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദിസ് ക്യാരി ഫ്ലിപ്പ് ഫ്ലോപ്പ്, സോ ഇനിഷ്യലി ഇറ്റ് വിൽ ബി ക്ലിയർഡ് ടു 0. ഇവിടെ നമുക്കൊരു ക്ലിയർ ഇൻപുട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ ക്ലിയർ ചെയ്യുന്നു. ദിസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ക്ലിയർഡ്. ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ സോ ദിസ് ക്യൂ വിൽ ബിക്കം 0. ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ക്യൂ ഔട്ട്പുട്ട് വിൽ ബി 0. സോ അതായത് ഇനിഷ്യലി സി ഇൻ വിൽ ബി 0. അഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വി ക്യാൻ ജസ്റ്റ് ക്ലിയർ ദിസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സോ ദാറ്റ് ഈ സി ഇൻ 0 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് അറ്റ് ക്ലോക്ക് പൾസ്, സോ ഓരോ ക്ലോക്ക് പൾസിലുമായിരിക്കും ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അറ്റ് ക്ലോക്ക് പൾസ് ബോത്ത് രജിസ്റ്റേഴ്സ് ആർ ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഷിഫ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലോക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും ഓരോ ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ദ റൈറ്റ് മോസ്റ്റ് ബിറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ഔട്ട് അല്ലേ, ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ഔട്ട്. ആൻഡ് ആ ബിറ്റ്സ് ആയിരിക്കും എക്സിലോട്ടും ഒയിലോട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പറിൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് എക്സ് വിൽ ബി സെൻഡ് ടു എക്സ് ആൻഡ് വൈ. അവിടെ ഫുൾ ആഡർ അത് ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് സം ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈ സം ബിറ്റ് തിരിച്ച് വീണ്ടും നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഷിഫ്റ്റ് റൈറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബിറ്റ് വാക്കൻ്റ് ആയിട്ടുണ്ടാവും അല്ലേ, ഈ ഒരു ഇവിടെ സംഭവിച്ച പോലെ. നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വിൽ ബിക്കം വാക്കൻറ്റ്, അവിടെ ഫ്രീ ആയിരിക്കും. സോ ഈ സം ബിറ്റ് നമ്മൾ നെക്സ്റ്റ് തിരിച്ച് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ക്യാരി ആ സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് പെയർ ഓഫ് ബിറ്റ്സിൻ്റെ അഡിഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഷിഫ്റ്റ് കൺട്രോളും ക്ലോക്കും പ്രൊവൈഡ് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റ് രജിസ്റ്റർ എ ആൻഡ് ബി വിൽ ബി ഷിഫ്റ്റഡ് വൺ പൊസിഷൻ റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് എക്സും ഒയിലോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ക്യാരി ഔട്ട് ഓഫ് പ്രീവിയസ് സ്റ്റേജ് ഇവിടെ പാസ് ചെയ്യണം. ഫുൾ ആഡർ ഈ 3 ബിറ്റ്സും ആഡ് ചെയ്യുന്നു, വീണ്ടും സമ്മും ക്യാരിയും ജനറേറ്റ് ചെയ്യുന്നു. സോ സം തിരിച്ച് വീണ്ടും നമ്മൾ ഇവിടെ ഷിഫ്റ്റ് രജിസ്റ്റർ എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, ക്യാരി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് എത്ര ബിറ്റ്സ് ആഡ് ചെയ്യാനുണ്ടോ അത്രയും പ്രാവശ്യം ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ
Now this is A shift register, this is B shift register. This full adder input X, Y and C in. X, Y, C in, and full adder output എന്ന് പറയുമ്പോൾ sum and carry out. So sum and carry out. So നമുക്ക് രണ്ട് numbers എടുക്കാം. So let the numbers be 1 1 0 1 1 0 1 1. So let this be the numbers, initial numbers. ഈ രണ്ട് numbers ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ്, ഫസ്റ്റ് ഷിഫ്റ്റ് കൺട്രോൾ അഥവാ ക്ലോക്ക് പൾസ്, ഫസ്റ്റ് ഷിഫ്റ്റ് കൺട്രോൾ അഥവാ ക്ലോക്ക് പൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ദ രജിസ്റ്റർ എ ആൻഡ് ബി വിൽ ബി ഷിഫ്റ്റഡ് വൺ പൊസിഷൻ ടു ദ റൈറ്റ്. ആൻഡ് ബിഫോർ ദാറ്റ്, അതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർഡ് ടു 0 ആണ്. അപ്പോൾ ക്യൂ ഔട്ട്പുട്ട് 0 ആണ്. സോ ക്യാരി ഇൻ ഈസ് ഓൾസോ 0. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂ 0 ആണ്. ക്യാരി ഇന്നിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ ഈസ് 0. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ രജിസ്റ്റർ എ ആൻഡ് ബി വിൽ ബി ഷിഫ്റ്റഡ് വൺ പൊസിഷൻ ടു ദ റൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ്, ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 1 ആസ് വെൽ ആസ് E1 ഇത് രണ്ടും എക്സിലോട്ടും വൈയിലോട്ടും ഇറ്റ് വിൽ റീച്ച് എക്സ് ആൻഡ് വൈ. സോ 1 ഇവിടെ എക്സ് ആൻഡ് വൈ വിൽ ഓൾസോ ഗെറ്റ് 1. ആൻഡ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയുടെ വാല്യൂ എന്താണ്? ഈ ബിറ്റ് പുറത്തേക്ക് പോയല്ലോ, ആൻഡ് ഓരോ ബിറ്റും നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ദ ന്യൂ വാല്യൂ വിൽ ബി 1 1 0. ആൻഡ് ഇവിടെ സിമിലർലി ബി, ഈ ബിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് ബിറ്റ് എന്ന് പറയുന്നത് 1 0 1, ആൻഡ് അത് ഓരോ ബിറ്റ് വീതം നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റഡ് ആയി. അപ്പോൾ ഇവിടെ രണ്ട് ബിറ്റ്സ് വാക്കൻ്റ് ആണ്. സോ നൗ എക്സ് ഹാസ് 1, വൈ ഹാസ് 1, സി ഇൻ ഹാസ് 0. അപ്പോൾ ഇത് ഫുൾ ആഡർ ആണ്. അപ്പോൾ ഫുൾ ആഡർ ഈ രണ്ട് ബിറ്റ്സും ആഡ് ചെയ്യുന്നു. സോ ആഡ് ചെയ്യുമ്പോൾ 1 + 1 + 0 എന്തായിരിക്കും ആൻസർ? സം വിൽ ബി 0 ആൻഡ് ക്യാരി ഔട്ട് വിൽ ബി 1 അല്ലേ? 1 + 1 + 0. സോ സം വിൽ ബി 0 ആൻഡ് ക്യാരി ഔട്ട് വിൽ ബി 1. ആൻഡ് അറ്റ് ദ സെയിം ടൈം സം 0 ആയിട്ട് ദിസ് സം വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ഓഫ് എ. സോ ദിസ് ഈസ് ദ സം ബിറ്റ്. ഫസ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്തിട്ട് ആ സം ബിറ്റിനെ രജിസ്റ്റർ എയുടെ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ, അതായത് ആ വാക്കൻറ്റ് പൊസിഷൻ, അവിടെ ആയിരിക്കും നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിസൈൻ. ഇത് കണ്ടോ? യെസ്, ഇറ്റ് ഈസ് വേണം ഡിസൈൻ. ഇറ്റ് ഈസ് സ്റ്റോർഡ് ബാക്ക് ഇൻ ടു ഷിഫ്റ്റ് രജിസ്റ്റർ എ. ഇത് രജിസ്റ്റർ എയിലോട്ട് തന്നെ ആവണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വേറെ രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റോർ ചെയ്യാം. ബട്ട് ഇവിടെ നമ്മൾ രജിസ്റ്റർ എയിലോട്ട് തന്നെ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് ക്ലോക്ക് പൾസ്. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, സി ഔട്ട് 1, ദിസ് വിൽ ബി സ്റ്റോർഡ് ടു ദ D flip flop. It will be stored to the D, and it will be stored to the D flip flop. Yeah. So now second clock pulse provide ചെയ്യുന്നു. We are providing the second clock pulse. സോ ഫസ്റ്റ് ഇവിടെ കഴിഞ്ഞല്ലോ, ഫസ്റ്റ് ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് പെയർ ഓഫ് ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു, സം ബിറ്റ് തിരിച്ചിവിടെ സ്റ്റോറും ചെയ്ത് കഴിഞ്ഞു. നൗ സെക്കൻഡ് യു ആർ പ്രൊവൈഡിങ് ദ സെക്കൻഡ് ക്ലോക്ക് പൾസ്. അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും സംഭവിക്കുന്നത് ഇതിൽ നിന്ന് റൈറ്റ് മോസ്റ്റ് ബിറ്റ് രജിസ്റ്റർ എയും ബിയും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ് വിൽ ബി ടേക്കൺ ടു എക്സ് ആൻഡ് വൈ. അപ്പോൾ എന്തായിരിക്കും ലഭിക്കുക? എക്സ് വിൽ ഗെറ്റ് 0 ആൻഡ് വൈ വിൽ ഗെറ്റ് 1. ആൻഡ് വാട്ട് അബൌട്ട് സി ഇൻ എന്തായിരിക്കും ലഭിക്കുന്നത്? സി ഔട്ട്, പ്രീവിയസ് സി ഔട്ടിലെ വാല്യൂ നമ്മളത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദിസ് വാല്യൂ, ഈ സി ഔട്ടിൻ്റെ വാല്യൂ ഈ സോ ഈ സി ഔട്ടിൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി ടേക്കൺ ടു സി ഇൻ. അപ്പോൾ സി ഇൻ വിൽ ഓൾസോ ഗെറ്റ് 1 അല്ലേ? അതായത് പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് അത് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും സീനിലോട്ട് വന്നു. ആൻഡ് റിമൈനിങ് ബിറ്റ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? റിമൈനിങ് ബിറ്റ്സ് എയുടെ പ്രസൻറ്റ് പൊസിഷൻ ഇതാണല്ലോ, 0 1 1. ഇത് മൂന്നുമാണ് റിമൈനിങ് ബിറ്റ്സ്. ഈ 3 ബിറ്റ്സും ഓരോ പൊസിഷൻ റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം വീണ്ടും. 0 1 1 ആൻഡ് ബിയുടെ പൊസിഷൻ ഈ 1 പുറത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് 1 0 മാത്രമേ ഉള്ളൂ. ഇത് ഓരോ പൊസിഷൻ നെക്സ്റ്റ് ബിറ്റ് ഷിഫ്റ്റ് ചെയ്യണം 1 0. ആൻഡ് നമുക്കിതൊന്ന് ജസ്റ്റ് ഡാർക്കൺ ചെയ്ത് വെക്കാം, ബിക്കോസ് ഇത് സം ബിറ്റാണ് ശരിക്കും അല്ലേ? ഈ 0 ഇത് നമ്മുടെ സം ബിറ്റാണ്. യാ, സോ എക്സ് വൈ വിൽ ഗെറ്റ് 0 ആൻഡ് 1. അപ്പോൾ ഇവിടെ ഫുൾ ആഡർ ഇത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഈ 3 ബിറ്റ്സും ആഡ് ചെയ്യണം. 0 + 1 + 1.
That is again sum 0, carry out will be 1. And എന്താ സംഭവിക്കുക, സം വിൽ ബി സ്റ്റോർഡ് ബാക്ക് ടു എ. ഈ ഒരു വാക്കൻറ്റ് പൊസിഷൻ അവൈലബിൾ ആണല്ലോ, സോ ഈ സം ബിറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യും, സെക്കൻഡ് സം ബിറ്റ്. ആൻഡ് ക്യാരി ഔട്ട് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ടു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് തേർഡ് ക്ലോക്ക്. സോ തേർഡ് ക്ലോക്ക് അഗെയിൻ സംഭവിക്കാതായിരിക്കും. തേർഡ് ക്ലോക്ക് ആൻഡ് ഷിഫ്റ്റ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ രജിസ്റ്റർ എ ആൻഡ് ബി വിൽ ബി ഷിഫ്റ്റഡ് 1 പൊസിഷൻ ടു ദ റൈറ്റ്. അപ്പോൾ ഈ 1ഉം ഈ 0യും പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഷിഫ്റ്റ് ചെയ്ത് 1 എക്സിലോട്ടും 0 വൈയിലോട്ടും. ആൻഡ് വാട്ട് അബൌട്ട് ക്യാരി ഇന്നിന് ലഭിക്കുന്നത് പ്രീവിയസ് സ്റ്റേജ്, അതായത് ക്യാരി ഔട്ട്, പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് നമ്മളത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ, ഫ്രം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഫ്രം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇറ്റ് വിൽ ബി സെൻഡ് ടു ക്യാരി ഇൻ. സോ ദ ന്യൂ വാല്യൂ, ക്യാരി ഇന്നിൻ്റെ ന്യൂ വാല്യൂ എന്താണ്, E1. സോ ക്യാരി ഇൻ വിൽ ബി 1. ആൻഡ് എയുടെ ന്യൂ പൊസിഷൻ, സോ ഈ 2 ബിറ്റ്സും പോയല്ലോ, ഷിഫ്റ്റഡ് ഔട്ട്. ആൻഡ് റിമൈനിങ് 0 0 1 ആണ്. അപ്പോൾ അത് ഓരോ പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ 2 ബിറ്റും ഡാർക്ക് ചെയ്ത് വെക്കാം, ഇത് സം ബിറ്റ് ആയതുകൊണ്ട്, ജസ്റ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. ആൻഡ് ബി രജിസ്റ്ററിൻ്റെ പൊസിഷൻ, ഈ 0 നമ്മൾ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ റിമൈനിങ് 1, ഈ 1 മാത്രമേ ഉള്ളൂ. സോ 1 വിൽ ബി ഷിഫ്റ്റഡ് 1 പൊസിഷൻ ടു ദ റൈറ്റ്. ഇനി ഫുൾ ആഡർ ഈ 3 ബിറ്റ്സിനെയും ആഡ് ചെയ്യുന്നു, 1 + 0 + 1. അപ്പോൾ അഗെയിൻ സം വിൽ ബി 0 ആൻഡ് ക്യാരി ഔട്ട് വിൽ ബി 1. ആൻഡ് ഈ ക്യാരി ഔട്ട് നമ്മൾ ഡിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് 0 സം വിൽ ബി ടേക്കൺ ടു രജിസ്റ്റർ എ വാക്കൻറ്റ് പൊസിഷൻ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ. അഗെയിൻ സം ബിറ്റ് ഈസ് 0. സോ ഇനി 2 ബിറ്റ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. സോ നൗ യു ആർ പ്രൊവൈഡിങ് ദ ഫോർത്ത് ക്ലോക്ക് പൾസ്. അപ്പോൾ ഫോർത്ത് ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അഗെയിൻ ഈ 2 ബിറ്റും നമ്മൾ ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ് റൈറ്റ് അല്ലേ, ഈ 2 ബിറ്റ്സും റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 1ഉം 1ഉം. സോ എക്സ് വിൽ ഗെറ്റ് 1, വൈ ആൾസോ വിൽ ഗെറ്റ് 1. ആൻഡ് ക്യാരി ഇൻ നമുക്കറിയാം പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് അല്ലേ, പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് 1 വിൽ ബി സെൻഡ് ടു ക്യാരി ഇൻ. ആൻഡ് എയുടെ ന്യൂ പൊസിഷൻ എന്താണ്, ഈ ബിറ്റ് നമ്മൾ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ റിമൈനിങ് 0 0 0. ആ 0 0 0 ഓരോ പൊസിഷൻ റൈറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. സോ ഇത് സം ബിറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഡാർക്ക് ചെയ്യാം. ആൻഡ് 1, വാട്ട് അബൌട്ട് ദിസ് 1? ഈ 1 നമ്മൾ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് കഴിഞ്ഞു, നമുക്ക് ആഡ് ചെയ്യാനുള്ള ബിറ്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലേ, ഈ അഡീഷനോട് കൂടി. സോ ഫുൾ ആഡർ ഇവിടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് 1 + 1 + 1. സോ സം ഈസ് 1, ക്യാരി ഔട്ട് ഈസ് ഓൾസോ 1. അപ്പോൾ സം നമ്മൾ തിരിച്ച് എയിലോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, സം ബിറ്റ്, ലാസ്റ്റ് സം ബിറ്റ്. ക്യാരി ഔട്ട് ജസ്റ്റ് പഴയതുപോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മുടെ അഡിഷൻ കഴിഞ്ഞു. 4 ബിറ്റ് നമ്പർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ 4 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ 4 ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യണം, 4 പ്രാവശ്യം നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ അത് കഴിയുമ്പോൾ ദി ആൻസർ എയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ. സോ 1 0 0 0, ദാറ്റ് ഈസ് ദി ആൻസർ. സോ ദിസ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സീരിയൽ ആഡർ. അപ്പോൾ ഈ ഒരു ഡിസൈനിലൂടെയാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2 നമ്പേഴ്സിനെയും ഓരോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ വീതം സ്റ്റോർ ചെയ്തിട്ട് ഓരോ ബിറ്റ്സായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഈച്ച് പെയർ ഓഫ് ബിറ്റ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യേണ്ട ബിറ്റ്സ് ഓരോ ക്ലോക്ക് പൾസ് യൂസ് ചെയ്ത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫുൾ ആഡറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഫുൾ ആഡർ അത് ആഡ് ചെയ്യുന്നു. സോ സീരിയൽ ആഡർ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അഡീഷൻ ഈസ് ഡൺ ബിറ്റ് ബൈ ബിറ്റ്, നോട്ട് ഇൻ പാരലൽ. ആൻഡ് നമ്മൾ പാരലൽ ആഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി പാരലൽ ആഡർ സ്പീഡിൻ്റെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പാരലൽ ആഡർ ഈസ് ബെറ്റർ. കാരണം പാരലൽ ആഡർ ആയിരിക്കും കൂടുതൽ സ്പീഡിൽ അഡിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം നമ്പർ ഓഫ് ബിറ്റ്സ് ഒരുമിച്ച് ആഡ് ചെയ്യാണല്ലോ. സീരിയൽ ആഡർ കമ്പാരിറ്റീവ്ലി സ്ലോ ആണല്ലേ പാരലൽ ആഡറിനെക്കാളും. ബട്ട് സീരിയൽ ആഡറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സീരിയൽ ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കാരണം അറ്റ് എ ടൈം 2 ബിറ്റ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ബിറ്റ് ബൈ ബിറ്റ് ആണല്ലോ അഡീഷൻ. സോ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് വരുമ്പോൾ സീരിയൽ ആഡർ ഈസ് ബെറ്റർ. വളരെ സിമ്പിളായ ലോജിക് സർക്യൂട്ട് മതിയായിരിക്കും. ബട്ട് പാരലൽ ആഡർ സ്പീഡിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പാരലൽ ആഡർ ഈസ് ബെറ്റർ, ബിക്കോസ് പാരലൽ ആഡർ ക്യാൻ പെർഫോം ഓർ കംപ്ലീറ്റ് ദ അഡീഷൻ ഇൻ ഹൈ സ്പീഡ് കമ്പയർഡ് ടു സീരിയൽ ആഡർ. സോ ജസ്റ്റ് സീരിയൽ ആഡറിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. So now the next topic is encoder. Encoder as well as decoder. ഈ 2 കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. Now an encoder is a combinational circuit.
സോ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻകോഡർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഹൂസ് ഔട്ട്പുട്ട് ഈസ് ദ കോഡഡ് റിപ്രസെൻറ്റേഷൻ ഓഫ് ദി input, provides the output in coded format, and an encoder has a number of input lines, only one of which is activated at a given time and produces an n-bit output code depending on which input is activated. So just encoder എന്ന് പറയുമ്പോൾ see, it will have a number of inputs etc. So this is encoder, and it will have few output lines. So inputs എന്ന് പറയുമ്പോൾ let it be from I0 to I7, and ഇത് നമ്മുടെ ഔട്ട്പുട്ട്സ് ആണ് A0, A1, A2, and encoder, it has a number of inputs but only one input will be activated at a time. അതായത് ഓരോ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. only one input is activated, and ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് based on the activated input a code will be generated here, a binary code will be generated. For example, ഇപ്പോൾ ഇൻപുട്ട് I0 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ, I0 ആണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ 000 ആയിരിക്കാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ്. I1 ഇൻപുട്ടാണ് ആക്ടിവേറ്റഡ് എങ്കിൽ 001 ആയിരിക്കാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ്. ആൻഡ് സിമിലർലി I2 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ 010 ആയിരിക്കാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ്. അപ്പോൾ എക്സെട്ര. അപ്പോൾ ബേസ്ഡ് ഓൺലി വൺ ഇൻപുട്ട് വിൽ ബി ആക്ടിവേറ്റഡ് അറ്റ് എ ടൈം, and based on that input a particular code will be generated. So this is basically the function of an encoder. So it has a number of input lines, only one of which is activated at a given time and produces an n-bit output code depending on which input is activated. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു എൻകോഡർ എടുക്കാം. ദിസ് ഈസ് ആൻ എൻകോഡർ. ഒരു 4 ഇൻപുട്ട് ലൈൻസ് നമ്മൾ എടുക്കുന്നു, 4 ഇൻപുട്ട് ലൈൻസ്. സോ 4 ഇൻപുട്ട് ലൈൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് 2 ബിറ്റ്സ് വേണം ഇത് റിപ്രസെൻറ്റ് ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 00, സെക്കൻഡ് ഇൻപുട്ട് 01, തേർഡ് ഇൻപുട്ട് ഈസ് 10, ഫോർത്ത് ഇൻപുട്ട് ഈസ് 11. സോ 4 ഇൻപുട്ട് അല്ലെങ്കിൽ 4 ഡേറ്റ ലൈൻസ്, ശരിയല്ലേ? 4 ഡേറ്റ ലൈൻസ്. സോ ഈ 4 ഇൻപുട്ട്സിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 4 ഡേറ്റ ലൈൻസ് വേണം, 2 ബിറ്റ്സ് വേണം. 2 ബിറ്റ്സ് വീതം 4 കോമ്പിനേഷൻസ് എടുക്കണമെങ്കിൽ 2 ബിറ്റ്സ് വേണം. അപ്പോൾ എൻകോഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ 4 ഡേറ്റ ലൈൻസ് നമുക്ക് 2 ഡേറ്റ ലൈനായിട്ട് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ദിസ് ഈസ് എൻകോഡർ. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ 2 ഡേറ്റ ലൈൻസേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇവിടെ 4 ഡേറ്റ ലൈൻസ് ഇൻപുട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മൾ എന്താണ് എൻകോഡർ ചെയ്യുന്നത്? only one input will be activated at a time, and based on the activated input the particular code will be generated. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ദിസ് ഈസ്, ഇതിന് I0 എന്ന് എടുക്കാം. I0, I1, I2, I3. സോ I0 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കോഡ് 00 ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻപുട്ട് I0 ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ I1 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ, I1 സെക്കൻഡ് ഇൻപുട്ട് I1 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കോഡ് 0ഉം 1ഉം ആയിരിക്കും. ആൻഡ് I2 ആണ് പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റ ലൈൻ, പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് 10 ആയിരിക്കും. സോ സിമിലർലി ഫോർ I3 ആണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് 11 ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഈ 4 ഡേറ്റ ലൈൻസ്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഓൾ ദീസ് 4 ഡേറ്റ ലൈൻസ്, ഈ 2 ഡേറ്റ ലൈൻസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻപുട്ടിനെ റിപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഇൻപുട്ട്സിനെയും റിപ്രസെൻറ്റ് ചെയ്യാം, ശരിയല്ലേ? ഇപ്പോൾ ഇൻപുട്ട് I0 ആണ് എങ്കിൽ, I0 ആണ് പ്രസൻ്റ്ലി യൂസ് എങ്കിൽ, യു ക്യാൻ ഹാവ് ദ കോഡ് 00. 00 വിൽ ബി ദ കോഡ്, വിച്ച് മീൻസ് ദാറ്റ് I0 ഈസ് ദ ഇൻപുട്ട്. I1 ആണ് ഇൻപുട്ട് എങ്കിൽ എൻകോഡർ വിൽ ജനറേറ്റ് 01. സോ 01 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് I1 ഈസ് ദ ഇൻപുട്ട്. ആൻഡ് 10 ആണ് ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് I2 ഈസ് ദ ഇൻപുട്ട്. 11 ആണ് ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ, എൻകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് I3 ഈസ് ദ ഇൻപുട്ട്. അപ്പോൾ 4 ഇൻപുട്ട്സിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ 4 ഡേറ്റ ലൈൻസിൻ്റെ ആവശ്യമില്ല.
ജസ്റ്റ് 2 ഡേറ്റ ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ 4 ഇൻപുട്സിനെയും റിപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻകോഡർ. ഈ എൻകോഡർ ഇല്ല എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? 4 ഡേറ്റ ലൈൻസ് ഉണ്ടെങ്കിൽ 2 ബിറ്റ്സ് വീതം നമുക്ക് 4 കോമ്പിനേഷൻസ് വേണം. 00, 01, 10, 11. അതായത് ശരിക്കും 4 ഡേറ്റ ലൈൻസ് തന്നെ നമുക്ക് വേണം. സോ എൻകോഡർ വന്നതുകൊണ്ട് നമ്മൾ ആ 4 ഡേറ്റ ലൈൻസിനെ 2 ഡേറ്റ ലൈൻസായിട്ട് ചുരുക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. That is with the help of encoder. അപ്പോൾ this is for 4 data lines. Similarly, if you have 8 data lines, 4, 5, 6, 7, 8 data lines, you can have an encoder whose output has only 3 data lines. 8 ഡേറ്റ ലൈൻസിന് പകരം എൻകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 3 ഡേറ്റ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് 8 ഇൻപുട്സിനെയും നമുക്കിവിടെ റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രമേ ആക്ടിവേറ്റ് ആവുന്നുള്ളൂ, അല്ലേ? ഒരു ഇൻപുട്ട് മാത്രമേ നമ്മുടെ സർക്യൂട്ട് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ എൻകോഡർ ബേസിക്കലി ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് ഇൻപുട്സ്, ബട്ട് ഓൺലി വൺ input will be activated at a given time, and based on that input the output code will be generated. Based on that input a particular code will be generated in the output. And so basically we use in the relation. So for an encoder, if you have n output lines, if you have n output lines, possibly you can have a maximum of 2 power n input lines for an encoder. അതായത് നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് n ആണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന മാക്സിമം ഇൻപുട്ട് ലൈൻസ് എന്ന് പറയുന്നത് 2 പവർ n ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ n ഈക്വൽ ടു 2 ആണ്, അല്ലേ? ഹിയർ n ഈക്വൽ ടു 2. നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് 2 ആണ്. അപ്പോൾ 2 പവർ n ഈസ് ഈക്വൽ 2 പവർ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4, അല്ലേ? സോ യു ക്യാൻ ഹാവ് 4 ഇൻപുട്ട് ലൈൻസ്. അപ്പോൾ അതുപോലെ 3 ഔട്ട്പുട്ട് ലൈൻസ് ആണെങ്കിൽ മാക്സിമം യു ക്യാൻ ഹാവ് 2 പവർ 3, അതായത് 8 data lines. So this is about an encoder. So basically നമ്മളിപ്പോൾ റിപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് it is like 2 power n to n binary encoder. അപ്പോൾ 2 power n inputs and you can have n number of outputs. സോ ഇത് മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. എല്ലാ ഇൻപുട്സും നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, എല്ലാ ഇൻപുട്സും നമ്മൾ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ട് ദിസ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്സ് ദാറ്റ് യു ക്യാൻ ഹാവ്. സോ ഇതൊരു നോർമൽ ബൈനറി എൻകോഡർ റിപ്രസെൻറ്റേഷൻ. യു ഹാവ് 2 പവർ n ഇൻപുട്സ് ആൻഡ് n ഔട്ട്പുട്സ്. സോ ഇറ്റ് ഹാസ് എ മാക്സിമം ഓഫ് 2 പവർ n ഇൻപുട്സ് ആൻഡ് n ഔട്ട്പുട്സ്. Output will be a n-bit binary number, അല്ലേ? Output it will generate a n-bit binary number, and only one input is activated at a time. ഈ 2 പവർ n ഇൻപുട്സിൽ അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ആ ഇൻപുട്ട് ഏതാണെന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മളതാണ് ഇവിടെ ആൾറെഡി ഡിസ്കസ് ചെയ്തൊരു ഫാക്റ്റ്. സോ സീരിയൽ ആഡറിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ആൻഡ് എൻകോഡറിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഫ്യൂ എക്സാമ്പിൾ എൻകോഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.